വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. റിമാമിസ് ആണ് കേട്ടോ. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്. നമുക്കറിയാം നമ്മുടെ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്ന, നല്ല ഒരു എഫേർട്ട് എടുക്കുന്ന ഒന്നാണ് എന്ത്, പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് അല്ലെ. പൊതു സൗകര്യങ്ങളും സേവനങ്ങളും. ആരാണ് ഈ പബ്ലിക് സർവീസസ് അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റീസ് നമുക്ക് ചെയ്തു തരുന്നത്? ആരായിരിക്കും? നോക്കിക്കോ, നമുക്കറിയാം അല്ലേ, നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ എന്താ ഒരുപാട് ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സുകൾ ഉണ്ട്, PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, റേഷൻ കടകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇതൊക്കെ ആരാ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലെ. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ആണ് എന്ത്, പബ്ലിക് സർവീസസ് അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നോക്കിക്കോ മക്കളെ, നമുക്കറിയാം നമുക്ക് ഇൻകം കൊടുത്ത് എന്തും വാങ്ങാൻ പറ്റും. പക്ഷേ ഇൻകം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ക്ലീൻ എയർ വേണം അല്ലെ, നല്ല ശുദ്ധമായിട്ടുള്ള വായു വേണം. പിന്നെ ഇത് വേണം, പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് അല്ലെ, നല്ല പൊല്യൂട്ടഡ് ആവാത്ത നല്ലൊരു പരിസ്ഥിതി നമുക്ക് വേണം. എന്തൊക്കെ വേണം? എയർ വേണം അല്ലെ, നല്ലൊരു എയർ വേണം, നല്ല വായു വേണം ശ്വസിക്കാൻ. പിന്നെന്താ, നല്ല രീതിയിലുള്ള നല്ല പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത നല്ലൊരു എൻവയോൺമെന്റ്, നല്ല പരിസ്ഥിതി വേണം നമുക്ക്. അൺഅഡൾട്രേറ്റഡ് മെഡിസിനിലെ ഒട്ടും മായം ചേർക്കാത്ത മെഡിസിൻസ് വേണം. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻഫീഷ്യസ് ഡിസീസസ് എക്സെട്ര. നമുക്ക് മാരക രോഗങ്ങളില്ലേ, ഇൻഫീഷ്യസ് ഡിസീസ്, അങ്ങനത്തെ മാരക രോഗങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് സംരക്ഷണം, പ്രൊട്ടക്ഷൻ വേണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? നമ്മുടെ ഗവൺമെന്റിനാണല്ലേ. നമ്മുടെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ നമ്മുടെ ഗവൺമെന്റ്, നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട് അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇതിലൂടെയൊക്കെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ എൻവയോൺമെന്റിനും വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഒന്നാണ് എന്ത്, നമ്മുടെ പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. പബ്ലിക് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു, ഗവൺമെന്റ് ആണ് എന്ത്, പബ്ലിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ സമൂഹത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. എന്തിൻ്റെയോ അഡ്വാൻസ്മെന്റ്, ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് എന്ത്, നമുക്ക് ഗവൺമെന്റ് പബ്ലിക് ഫെസിലിറ്റീസ് തരുന്നത്. അല്ലെങ്കിൽ എന്താ, ഫോർ എ കളക്റ്റീവ് ബെനിഫിറ്റ് അല്ലെ, മൊത്തത്തിലുള്ള എല്ലാവർക്കും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ത്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് സർവീസസ്, പബ്ലിക് ഫെസിലിറ്റീസ് ഒക്കെ തരുന്നത് അല്ലെ. ബെറ്റർമെന്റ് ഓഫ് എ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് പബ്ലിക് ഫെസിലിറ്റീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ്സ് വേർ എഡ്യൂക്കേറ്റ് പബ്ലിക് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ഹാവ് മോർ പ്രോഗ്രസ്. നമ്മുടെ സ്റ്റേറ്റിന് എന്താണ്, ഈ ഒരു പബ്ലിക് ഫെസിലിറ്റീസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ പ്രോഗ്രസിന് എന്താ, പുരോഗതി എന്താണ്, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, കൂടുതൽ പബ്ലിക് ഫെസിലിറ്റീസ് കിട്ടുന്ന സ്റ്റേറ്റ് എന്താണ്, നല്ല പ്രോഗ്രസ്ഡ് ആയിരിക്കും, നല്ല പ്രോഗ്രസീവ് ആയിരിക്കും, നല്ലൊരു പുരോഗതി നേടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ ഡ്യൂ ടു ഗുഡ് ബേസിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കേരള ഹാസ് ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഹൈ ലിറ്ററസി റേറ്റ്. എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ പറയുന്നത്? നമ്മുടെ കേരളത്തിൽ എന്താണ്, ലിറ്ററസി റേറ്റ് കൂടുതലാണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റോ കുറവാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ കേരളത്തിൽ നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ടല്ലേ, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ, ഹെൽത്ത്, ഈ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ല ഹെൽത്ത് ഫെസിലിറ്റീസും നല്ല ഫുഡൊക്കെ, നല്ല ഹെൽത്തി ഫുഡും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താ, നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ എന്താണ്, ഈ ശിശു മരണ നിരക്ക് കുറവാണ്. നമ്മുടെ കേരളത്തിൽ നല്ല എന്തുണ്ട്, ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ലിറ്ററസി റേറ്റ്, ഗവൺമെന്റ് സ്കൂളുകൾ ഒരുപാടുണ്ട് അല്ലേ. എല്ലാ കുട്ടികളും എന്താണ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എന്താ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം, എല്ലാത്തിനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ലൈക്ക് ഗവൺമെന്റ് സ്കൂളുകളിലും കൊണ്ട് എന്താണ്, നമ്മുടെ കേരളത്തിൽ ലിറ്ററസി റേറ്റ് എന്താ കൂടുതലായിരിക്കും. അതാണ് പറയുന്നത് എന്ത്, ഡ്യൂ ടു ഗുഡ് ബേസിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസും നല്ല എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസും ഉള്ളത് കൊണ്ട് എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി കുറവാണ്, ലിറ്ററസി റേറ്റ് എന്താ കൂടുതലുമാണ് അല്ലേ. നോക്കിയോ, ഇൻ ദ സ്റ്റേറ്റ്സ് വേർ ദർ ഈസ് എ ഗുഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമുക്ക് PDS നല്ലൊരു പൊതുഭരണം,
പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ, പൊതുവിതരണ സമ്പ്രദായം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം റേഷൻ കടയിൽ നിന്നൊക്കെ എന്താ 2 രൂപയ്ക്കൊക്കെ അല്ലേ അരി കൊടുക്കുന്നത്, 2 രൂപയ്ക്ക് അരി, അങ്ങനെ പല ചെറിയ ചെറിയ പൈസയ്ക്ക് എന്താ പല സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എന്താണ്, അത് നമുക്ക് എന്താ നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമുക്ക് ഉയർത്താൻ പറ്റുന്നുണ്ട് അല്ലേ. അവിടെ എന്താണ് എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡും കിട്ടുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്. പീപ്പിൾസിൻ്റെ ജനങ്ങളുടെ ലൈഫൊക്കെ എന്താ ബെറ്റർ ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഒക്കെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എന്ത്, പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.